ഹലോ ഗായ്സ്, ഞങ്ങൾ നിൽക്കുന്ന എൽമോർ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ട്രാവൽ ചെയ്യണം. അതെ, കുറച്ച് പാർക്കുകളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഓഫ് കിട്ടുമ്പോൾ അടുത്തുള്ള പാർക്കുകളിലൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2-3 പാർക്കുകളിലൊക്കെ പോയി. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് എൽമോർ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എസ്റ്റേറ്റിന്റെ ഭാഗമാണ്. പിന്നെ 14th സെഞ്ച്വറിയിൽ എങ്ങാണ്ട് പണി കഴിപ്പിച്ചതാണ്. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ബാക്കി നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു എസ്റ്റേറ്റും അതിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങുകളും അത് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത്, കൂടാതെ ഇപ്പോൾ ഒരു പാർക്ക് പോലെ ആക്കി എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇവിടെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് നമ്മൾ നേരെ കയറി ഇങ്ങനെ നടന്നു പോയിട്ട് ഇവിടുത്തെ എല്ലാ പാർക്കും ഉണ്ടാവും. ഇങ്ങനെ ഒരു റൗണ്ടായിരിക്കും. അത് നമ്മളിതിലെ നടന്നു ഇറങ്ങി ഇങ്ങനെ തിരിച്ചു വരുന്ന രീതിയിലായിരിക്കും. ഇത് അവിടെയൊക്കെ എന്തെല്ലാം ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. എല്ലാ പാർക്കിലും ഉള്ള പോലെയും ഇവിടെ ഈ സ്വാന്, അതുപോലെ ഇത് കണ്ടില്ല താറാവ് അതിൻ്റെ കുഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ഒച്ചപ്പാടാണ്. ഇനി ഞാൻ അധികം വർത്താനം കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ പ്രകൃതിയുടേതായ നാച്ചുറൽ സൗണ്ടെല്ലാം കേട്ട് നിങ്ങൾ വീഡിയോ കാണുക. ചെറിയ താറാവുകളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ വരുമ്പോൾ വലിയതുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അവർക്ക് ഇതിലെ കടക്കാൻ പറ്റത്തില്ല. അതെ, ശരിയല്ലേ. ഈ വേലിന്റെ ഉള്ളിൽ കൂടെ ചെറിയ താറാവുകളൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ ഈ വലുതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തേ അല്ല അടിപൊളി സ്ഥലം. കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല പാർക്ക് അതിൻ്റെ ഉള്ള ഇതുണ്ടല്ലോ അവിടെ ഉണ്ടുള്ളത്. ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി രസമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഒഴിവ് സമയമൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കാൻ. ഇതൊക്കെ നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ്. നോ സ്വിമ്മിങ്, നോ ഫിഷിങ്. ഇനി ഫിഷിങ് ചെയ്യാൻ ഇവിടെ മീനും കാര്യങ്ങളൊന്നും ഉണ്ടായല്ല. ഈ താറാവ് ഇതൊക്കെ ഫുള്ള് തിന്ന് തീർക്കുകയല്ലേ. ഉണ്ടല്ലോ, അവരൊക്കെ മുങ്ങാൻ കുഴി ഇട്ടിട്ട് ഒരു മീനിൻ്റെ കുഞ്ഞുണ്ടായ അപ്പം അതിനകത്താക്കും. ഇതേ ഒരു താറാവിന്റെ മുട്ട കിടക്കുന്ന നോക്ക്. അതിന്റെ സ്വാനിന്റെ മുട്ട ആയിരിക്കും അല്ലേ ഇത്രയും വലുത്. ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. പിള്ളേരും എല്ലാവരും വന്ന് അടിച്ച് പൊളിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ അടുത്തടുത്തല്ല എല്ലാ ഒരു റെസിഡൻസ് ഏരിയയിൽ ഇതോടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൽ എന്ത് രസമായിരിക്കും അല്ലേ. അതെ, പിള്ളേരൊന്നും അങ്ങനെ പുറത്തൊന്നും ഇപ്പൊ ഇറങ്ങാറില്ലല്ലോ.
എന്നാ ഒച്ചപ്പാടല്ലേ ഇതുങ്ങളുടെ? വെള്ളമൊക്കെ നോക്കി എന്നാ ക്ലീനാന്ന്. അത് ഇതുങ്ങളല്ലേ ഉള്ളേ. പാടാൻ പറ്റുന്ന ഊഞ്ഞാലൊന്നുമില്ല. അയച്ചോട്ടോ. അങ്ങനെ കണ്ട പ്രൊജക്റ്റ്. ഇത്രയും നാൾ ഇലയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം ഉണങ്ങി കിടക്കുന്ന മരങ്ങൾ പോലെയായിരുന്നു. ഇപ്പം എല്ലാം പൂവും ഇലയൊക്കെ വന്ന് എല്ലാം നല്ല രസമായി വരികയാണ്. ഈ ചെടിയിലൊക്കെ ഇലയേക്കാളും കൂടുതൽ പൂക്കളാണ്. പക്ഷെ നല്ല രസമില്ല കാണാൻ. ഇത്രയും നാളുവേ ഇതുണ്ടോ, ഇതിങ്ങനെ പുല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. ഇപ്പം നമുക്ക് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഫുള്ള് ഇങ്ങനെ പൂക്കൾ പൊങ്ങി വന്നിരിക്കുകയാണ്. ഉണ്ടോ, എല്ലാം നല്ല പൂവൊക്കെ ആയിട്ട് നല്ല അടിപൊളി രസം. എക്സ്ക്യൂസ് മീ, എന്നാ പരിപാടി? ഫോട്ടോ എടുക്കാനിരുന്നതാണോ? ഒരു വീഡിയോ എടുത്താലോ എന്നാല്? വേണ്ട മതിയോ? നമുക്ക് പോകണ്ടേ? അതെ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ അവിടെ ഒന്നും അങ്ങനെ ഇരിക്കാനുള്ള ഒരു ഇതില്ല അല്ലേ, നടക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ കുറെ ഇരിക്കാനും അടിപൊളി സ്ഥലം. പോവാം വാ. കുറേ നേരം ഞങ്ങൾ ഇവിടെ കുത്തിയിരുന്നു കേട്ടോ. നല്ല കാറ്റും ചെറിയൊരു വെയിലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി. ഇവിടെയൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 2-3 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അപ്പുറം വേറൊരു സ്ഥലപ്പേരായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്ഥലപ്പേരുകളിലും, അതായത് ആ റെസിഡൻസ് ഏരിയയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പാർക്കുകളുണ്ടാവും ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാനായിട്ട്. പിള്ളേർക്ക് കളിക്കാനല്ല, എല്ലാവർക്കും ഇങ്ങനെ നടക്കാൻ ഇറങ്ങാനായിട്ട്, അവരുടെ പെറ്റ്സിനെയും കൊണ്ട് വരാനായിട്ട്. ദൈവമേ, ഇതെന്താ ഒരു വല്ലാത്തൊരു കരച്ചിൽ. വല്ലാണ്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിന്. മുട്ടയിടാനിരിക്കുന്നതാണോ? അവിടെ ഒരു മുട്ട ഉണ്ടായിരുന്നു നമ്മൾ. അയ്യോ, ആ ഇതിൻ്റെ മുട്ടയൊക്കെ ആരാ പോലും എടുത്തോണ്ട് പോണേ? ഇത് കുഞ്ഞുങ്ങളിങ്ങനെ വിരിഞ്ഞ് ഉണ്ടാവുമായിരിക്കുമോ? പക്ഷെ അവിടെ നമ്മൾ ആ മുട്ട കണ്ടില്ല, വെറുതെ ഇങ്ങനെ. അത് ശരി. നല്ല അടിപൊളി ഒരു പാലമൊക്കെ അല്ല. സ്റ്റഫോർഡ് പുറത്ത് കിടക്കാം കേട്ടോ. ഇവിടെ പെട്ടുപോകുന്നൊന്നും വിചാരിക്കണ്ട. എങ്ങോട്ട് പോയാൽ അങ്ങനെ ഇറങ്ങാം. നോക്കാം നമുക്ക്. ഒരു താറാവ് അതിൻ്റെ കുഞ്ഞു നോക്കി. എന്നാ ഒച്ചപ്പാടല്ലേ. ഹലോ, അതെ അതെ അതെ, പറക്കുന്നു. അത് ഓടിക്കുന്നതാ, കൊത്തുകൂടുന്നതാ. ഓ, ഇത്ര ദൂരമൊക്കെ പറക്കുമല്ലേ വെള്ളത്തിൽ കൂടെ. ഒന്നും കൂടെ ഇങ്ങോട്ട് പറന്നു വരുവാണേല്. ആ, അതിനെന്തോ പേ പിടിച്ചു. അല്ല, പേ അല്ലല്ലോ, അതിന് ഭ്രാന്ത് പിടിച്ചു. അത് നോക്ക്, കാണിക്കുന്നത് വെള്ളത്തിൽ കിടന്നിട്ട്. ഇതിനെ എന്നാ ഓടിക്കില്ല. 2 കൊത്ത്, ഒരു കൊത്ത് കിട്ടിയപ്പോഴത്തേക്ക് ആശാൻ പറന്ന് ഇവിടെ വന്നു. അത് മിക്കവാറും ഇപ്പം ഇങ്ങോട്ട് പറക്കുമല്ലേ. അതെ അതെ അതെ.
ഐഷ് ഞങ്ങൾ പാലത്തേക്കൂടെയാണ് അടുക്കളെന്നും പറഞ്ഞിട്ട് ആശാൻ പാലത്തേക്കൂടെ റോഡ് ക്രോസ് ചെയ്യാം. അതെ, അപ്പാപ്പൻ എല്ലാവർക്കും ബ്രെഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴേ അങ്ങോട്ട് വേറൊരു പാർക്ക് കണ്ട്. അപ്പോൾ നമുക്ക് നേരെ റോഡ് ക്രോസ് ചെയ്തിട്ടേ അങ്ങോട്ടൊന്ന് പാർക്ക് ചെയ്യാം. സ്കേറ്റ് പാർക്ക് കേട്ടോ അത്. അവിടെ എന്തെല്ലോ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യണം. നമ്മളപ്പോൾ അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോവാണ്. ഈ തോടിൻ്റെ അവിടെ ഒരു പാലവും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ പാർക്കെല്ലൊക്കെ ഉണ്ടല്ലോ. ഈ കുവൈറ്റിലേക്ക് വന്നിട്ടേ കനോക്ക് കുവൈറ്റിലൊക്കെ ഫുള്ള് മരുഭൂമി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം. നമ്മുടെ നാട്ടിലെ ഒരു ഇതൊക്കെ അല്ലെങ്കിൽ നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത് എടുക്കും. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ അല്ലേ, എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കും. നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതൊക്കെ അതേപോലെ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെയെല്ലാം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഒറ്റ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ മഞ്ഞ് ഇങ്ങനെ വീഴും. കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനും പെയ്യാണ്ടിരിക്കാനും മഞ്ഞ് വീഴാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ നോക്ക്, പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുപ്പാണ്. വെള്ളച്ചാട്ടം, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. നമുക്ക് താഴെ പോയിട്ട് മേലേക്ക് നോക്കാം. കാണാൻ പറ്റില്ല, അത് ഇവിടെ ലോക്കാണ്. പക്ഷെ ഇവിടെയൊന്നും ആൾക്കാരെ കാണുന്നില്ലല്ലോ. ഇതിൽ അങ്ങനെ ഒരു വഴിയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തത്? അതിങ്ങനെ കറങ്ങി നടന്നു വരുന്നതല്ലേ. അങ്ങ് ദൂരെ കുറേ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അങ്ങ് ദൂരെയൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും സമയം ഒരുപാടാവും. അതേ മരത്തേലേക്ക് ഒരു മഞ്ഞ കളറുള്ള പൂക്കൾ. നമ്മുടെ നാട്ടിൽ കണിക്കൊന്ന, ഇന്ന് വിഷുവാണ്. ഈ വിഷുവിൻ്റെ ദിവസമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ഫുള്ള് കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമല്ലേ. അതേപോലെ ഇവിടെ ഒരു മഞ്ഞ കളറിൽ ഒരു പൂവുണ്ടായിരിക്കുന്നുണ്ട്. കണിക്കൊന്നല്ല, അതിൻ്റെ ഇലയാണെന്ന് തോന്നുന്നത്. ഈ ഗ്രൗണ്ട് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ മഞ്ഞ കളറിലും വെള്ള കളറിലും കുറേ പൂക്കളുണ്ടായി നിൽക്കുക. എന്ത് രസമാണെന്ന് പറയാം അങ്ങനെ നോക്കി നിൽക്കാൻ. കുറേ ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരേന്ന് നോക്കുമ്പം കുറേ ഉണ്ട്. അങ്ങനെയുണ്ട്. അയ്യടാ, അവന് അവിടെ ഒന്നും പോയി നിൽക്കണ്ട. അല്ല, മൂർക്കം പാമ്പുണ്ടാവും കാടാക്ക്. ഇല്ലേ? എന്നാ ചെറിയൊരു പച്ചരിപ്പാമ്പെങ്കിലും. ഇതെന്താ സ്റ്റാച്ചു നിൽക്കുന്നു? വെള്ളത്തിന് കല്ലേലൊക്കെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി തോന്നിയ പോലെ വരാനാണെങ്കിൽ മറ്റേ ലെഫ്റ്റ് സൈഡിലുള്ളതിലൂടെ വരിക. അതേപോലെ ഊർന്ന് നല്ല സുഖമായിട്ട് അവിടെ എവിടെയും തട്ടവും മുട്ടുമൊന്നും വേണ്ട. ഊർന്ന് വരുന്നവർക്ക് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഹോളിലൂടെ വരാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോഴൊക്കെ ഫുള്ള് കുറേ മഞ്ഞ പൂവൊക്കെ ആയിട്ട്, മഞ്ഞയും വെള്ളയും കളറുള്ള പൂവൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലം. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ.
ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നതാണ്, കാരണം വെയിൽ നോക്കിയിട്ട് വന്നതാണ്. എന്നാലേ നമ്മൾ വീഡിയോ എടുത്താൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ, കാരണം ക്ലിയർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം എന്താ ഉച്ചയ്ക്ക് വന്നാലും ഒരു വൈകുന്നേരം ആയ പോലെ ആയിരിക്കും. ഇപ്പം കണ്ടില്ല, ആകാശമൊക്കെ നല്ല നീല കളറിലായിരുന്നു ഇറങ്ങിയപ്പം. ഇപ്പം തന്നെ മാറി, ഇതേ ഫുള്ള് വെള്ളം ഇതായി. പോവാ വായോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ വന്നാൽ ഇങ്ങനെ തിരിച്ചു പോകാൻ തോന്നിയല്ല. ഇത് ഇവിടെ കുറേ മീൻ കുഞ്ഞുങ്ങൾ വീഡിയോയിലൂടെ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, കാണുന്നില്ലെന്ന് തോന്നുന്നു, നിഴലടിച്ചിട്ട് കുറേ ഉണ്ട് കേട്ടോ മീൻ കുഞ്ഞുങ്ങൾ. കണ്ടോ ആ മഞ്ഞ ഒരു ഇല കിടക്കുന്നുണ്ടോ, ആ മഞ്ഞ ഇലേൻ്റെ മേലെ കൂടെ നോക്കിയാൽ മനസ്സിലാവും കുറേ മീൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോണതുണ്ടോ. ആ മഞ്ഞ ഇല മാത്രം ലക്ഷ്യം വെച്ച് നോക്ക്. അങ്ങനെ എവിടെയും മീൻ കുഞ്ഞുങ്ങളെയും മീനെയും കണ്ടില്ല എന്ന എൻ്റെ പരാതി മാറി. അപ്പൊ ചെറിയ മീനുകളെ കണ്ട സ്ഥിതിക്ക് വലിയ മീനുകളും ഉണ്ടാവും. നമ്മളെന്താ സ്ഥിതി, ഇതിലെങ്ങനെ പോവാനാണോ അതോ എന്നിട്ടോ? അതിങ്ങനെ മേലേന്ന് ഇടിഞ്ഞു വീഴാൻ രീതിയിൽ നമ്മുടെ നാട്ടിൽ മതിൽ കെട്ടുന്ന പോലെ കെട്ടിയതാ കണ്ടാ തോന്നുന്നു. എന്തെല്ലോ സാധനങ്ങൾ ഒഴുകി വന്ന് തങ്ങിക്കിടക്കുന്നുണ്ടോ. എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, അവിടെ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയാണ്. വെറുതെ നടക്കാൻ ഇറങ്ങുന്നവർക്ക് അങ്ങനെ പോയാൽ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ആദ്യത്തെ സ്ഥലത്തേക്ക് പോകും. നമ്മളെ ഒരു സൈഡ് മാത്രമല്ല, നോക്ക് നമ്മുടെ നാട്ടിലെ ആ കാടും കാര്യങ്ങളൊക്കെ. എന്താ അല്ലേ, നമ്മുടെ നാട് എങ്ങനെയാണ് അതേപോലെ തന്നെ ഗൈസ്. ഇവിടുത്തെ ആൾക്കാർ വ്യത്യാസമുണ്ട്, ഇവിടുത്തെ ഒരു കൾച്ചറിന് വ്യത്യാസമുണ്ട്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ അതെ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഉള്ള ഒരു പരിചയമില്ലാത്തവരാണേലും ചിരിച്ച് കാട്ടുക, ഒരു ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ യു ഓക്കെ. നമ്മൾ സുഖമാണോ എന്താണെന്നൊക്കെ ചോദിക്കുന്നതിന് ഇവർ ഒറ്റ വാക്കുള്ളൂ, യു ഓക്കെ. അങ്ങനെ ആ ഒരു പരിചയം ഉണ്ടാവില്ല, പക്ഷെ ജസ്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു പരിചയമുള്ള ആൾക്കാർ പോലെ ആയിരിക്കും. അതൊക്കെയാണ് നമ്മുടെ നാട് ഇവിടെയൊക്കെ ആയിട്ടുള്ളൊരു മാറ്റം. ബാക്കിയെല്ലാം സെയിമാണ്. പിന്നെ പണിയെടുത്താൽ പൈസയുണ്ട്, അതൊരു വേറെ കാര്യം. എങ്ങനെയുണ്ട് ഈ സ്ഥലമൊക്കെ? അടിപൊളിയാണോ? ആ, അല്ല അടിപൊളിയല്ലേ? നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കുറേ പുല്ലൊക്കെ ആയിട്ട് നീല ആകാശവും മേഘവും. പക്ഷെ നമ്മൾ വന്നിട്ട് എപ്പോഴും നമ്മുടെ ലാപ്ടോപ്പിന്റെ ഒക്കെ അതെ വിൻഡോസ് വേറെ സ്ഥലത്ത് വേറെ പാർക്കിലേക്ക് പോകലോ, അല്ല അപ്പുറത്തെ പാർക്കിൽ പോകണം. അതെ, എന്തായാലും ഞങ്ങൾ അവിടെയുള്ള പാർക്കിലാണ് വന്നത്. പക്ഷേ ഇവിടെ എല്ലാം പാർക്കുകളാണ് കഴിച്ചു. എങ്ങോട്ട് തിരിഞ്ഞാലും പാർക്കാണ്. എവിടെ പോകണം, എവിടെ എത്ര നേരം നിൽക്കണം, ഞങ്ങൾക്കൊരു കണക്കൂട്ടലില്ലാത്തതുകൊണ്ട് ഒന്നും ശരിയാവുന്നില്ല. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വൈകുന്നേരം ആയിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. നമുക്കപ്പോൾ നമ്മുടെ ആദ്യത്തെ പാർക്കിലേക്ക് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് തന്നെ പോവാം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും വണ്ടിയൊക്കെ കൂടി. ഇന്ന് എല്ലാ ദിവസത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വണ്ടിയൊക്കെ കുറവാണ്, കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് വണ്ടി സാധാരണ ദിവസങ്ങളെ വെച്ച് കുറവാണ്.
പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കറങ്ങാനും ഇതൊക്കെ ആയിട്ട് ഇറങ്ങും. അത്യാവശ്യം തിരക്കുണ്ടെന്ന്. അയ്യോ, അതിനെ അഴിച്ചു വിട്ടാക്കോ, ആ പട്ടീനെ അഴിച്ചു വിട്ടാക്കോ. അയ്യോ, പെറ്റ്സ് കോർണർ പുള്ളി അടച്ചു പോവുക. ആ പുള്ളിക്കാർ പറയുന്ന പോലെ തന്നെ പട്ടി റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് പോവും, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോവും അല്ലേ? ആ ആ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലേ ഇങ്ങനെ കറങ്ങി നമ്മളിതാ തിരിച്ച് നമ്മൾ കയറിയെടുത്ത് തന്നെ കറങ്ങി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു പാർക്കിൽ, അതെ ഇതൊരു ചെറിയൊരു പാർക്ക് കേട്ടോ, നമ്മൾ അപ്പുറത്തേക്ക് പോയതുകൊണ്ട് അതെ. പക്ഷേ ഇത് എല്ലാവരും ഇങ്ങനെ നടക്കാനും, അതായത് അവരൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 10 റൗണ്ട് അങ്ങ് നടക്കും. നമ്മളെപ്പോലെ ഇങ്ങനെ ജസ്റ്റ് കറങ്ങാൻ വന്നതല്ല. അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതിനൊരു 10 റൗണ്ട്, ഒരു 15 റൗണ്ട് അങ്ങനെയൊക്കെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അവരൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടു. അപ്പോൾ ഇനി അടുത്ത പാർക്കിൽ പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.